ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മുഖങ്ങൾ കാണുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കൂടുതൽ പേര് ഇനിയും കടന്നു വരുവാൻ ഇടയാക്കട്ടെ. ദൈവം കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഈ സന്ധ്യയെങ്കിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയത്തിൻ്റെ ഒരു റീക്യാപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവഭക്തി എന്നുള്ള വിഷയം ദൈവവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെയധികം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ദൈവഭക്തിയുടെ അർത്ഥം, ഏറ്റവും ലളിതമായ അർത്ഥം ദൈവത്തോടുള്ള ഭയം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അല്പം കൂടെ വിശദമായിട്ടുള്ള അർത്ഥം ദൈവത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന സ്വഭാവ മഹിമകൾ ഒരു വ്യക്തി ദർശിക്കുമ്പോൾ അതിൽ ആകൃഷ്ടനായി തീരുകയും ദൈവത്തോട് നമുക്ക് ഉണ്ടാകുന്ന ആരാധനാ മനോഭാവമാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. പ്രായോഗികമായി ദൈവഭക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണോ ആ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ എന്നിൽ വേണം എന്നുള്ള വാഞ്ചയോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുന്നതാണ് ദൈവഭക്തി. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ നിശ്ചയമായിട്ടും ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കപ്പെടും. കാരണം നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ വെരി പർപ്പസ് ഓഫ് അവർ ഗോഡ്. ആ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. അത് ഇവിടെ വെച്ച് തന്നെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന പാത്രങ്ങളായിട്ട് നമ്മൾ മാറും. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ വേണ്ട പോലെ ഫലപ്രദമാകാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ദൈവത്തിന് ഉപയോഗിക്കുവാൻ പറ്റിയ പാത്രമായിട്ട് ഞാൻ തീരുന്നില്ല എന്നുള്ളതാണ്. ദൈവം, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ഗ്രഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. വിശ്വസ്തത നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു മടിയും ഇല്ല. എന്നാൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭൂമിയിൽ അത് അനുഗ്രഹമാണ്. മാത്രമല്ല, വരാനുള്ള ലോകത്തിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. കാരണം അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരായി നമ്മളുടെ വ്യക്തിത്വത്തെ ഇവിടെ മോൾഡ് ചെയ്തെടുത്താൽ ഈ വ്യക്തിയെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്നും നമ്മൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിശ്ചയമായിട്ടും വി ആർ പ്രിപ്പയർഡ് ടു സെർവ് ലിവിങ് ഗോഡ്. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ നമ്മുടെ വ്യക്തിയെ ഇവിടെ വെച്ച് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ദൈവത്തെ സേവിക്കുവാനായിട്ടുള്ള വ്യക്തികളായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് അവനെ സേവിക്കുവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവമക്കളെന്നുള്ള വിഷയം എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കും. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു മുഖവുര എന്നുള്ള അളവിൽ പറയുകയാണ്. ദൈവം ഇന്ന് അനേക മക്കളെ ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ്, തൻ്റെ മകൻ്റെ രൂപത്തിൽ. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ. ആ ഒരു പ്രോസസ്സിലാണ് ദൈവം ഇന്ന് ആയിരിക്കുന്നത്. ആ പ്രോസസ്സിനോട് നാം സഹകരിച്ച് ആ രൂപം നമ്മളിലേക്ക് നാം എടുക്കുമ്പോൾ അവനോടൊപ്പം ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു വലിയ ആർമിയായിട്ട് നാം തീരുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ, രാജാധിരാജാവും കർത്താധി കർത്താവുമായിരിക്കുന്നവൻ്റെ കൈക്കീഴിൽ വരുവാനുള്ള ലോകത്തെ ഭരിക്കുവാനുള്ളവർ നമ്മളാണ്. ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉൾക്കാഴ്ച നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. അതുകൊണ്ട് അവൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകും. എന്നിട്ട് അതിന് താഴെ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്: അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ നിർമ്മലീകരണം നമ്മിൽ നടക്കണം അവനെ പോലെ ആയിത്തീരാൻ.
എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിട്ട് ഞാൻ എന്നെ തന്നെ അവൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് ദൈവഭക്തി അനിവാര്യമാണ് അഥവാ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത് വിശ്വാസത്തിൽ നമ്മൾ യാത്ര ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുന്നുവെങ്കിൽ എടുക്കപ്പെടേണ്ടതാണ്. ഈ യാത്ര ദൈവവചനപ്രകാരം വിശ്വാസത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഭക്തി എന്നുള്ള വിഷയം നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കോംപ്രമൈസിങ് ക്രിസ്ത്യൻ വിൽ നെവർ അച്ചീവ് ഹിസ് ടാസ്ക്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോംപ്രമൈസ് ചെയ്യാത്ത, വിട്ടുവീഴ്ചകൾക്ക് വിധേയനാകാത്ത ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ വിശ്വാസത്തിൻ്റെ ഓട്ടം പൂർണ്ണതയോടെ ഓടിത്തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ദൈവകൽപ്പന ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ദൈവവചനത്തിന് ആണ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം. ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ അഥവാ വിശ്വാസം കാക്കണമെങ്കിൽ ഭക്തനായിരിക്കണം. ഇല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വീണും എഴുന്നേറ്റുമുള്ള ഒരു യാത്രയായിരിക്കും. എന്നാൽ ഭക്തൻ അവൻ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതാണ് സ്ഥിരതയോടെയുള്ള ഓട്ടം എന്ന് പറയുന്നത്. ആ സ്ഥിരതയോടുള്ള ഓട്ടം വേണമെങ്കിൽ, ആ ഓട്ടം ഓടണമെങ്കിൽ ഭക്തനായിരിക്കണം. കാരണം അവൻ ഒരിക്കലും കോംപ്രമൈസസിന് തന്നെ വിധേയനാക്കുകയില്ല. അവൻ്റെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ കർത്താവിനെ പോലെ ആകണമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതിനോടുള്ള ബന്ധത്തിൽ പല വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിക്കുകയുണ്ടായി. തുടർന്ന് 2-3 വാക്യങ്ങൾ വായിക്കാം. ഒരു 3-4 വാക്യങ്ങൾ കൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34:9 ശബ്ദം ഉയർത്തി ആർക്കെങ്കിലും വായിക്കാം. മതി, അത് മതി. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഇവിടെ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കേവലം ഭൗതിക കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഒരു ദൈവഭക്തൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ അവൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അതെന്താ? യേശുവിൻ്റെ സന്നിധി. അവനെ പോലെ ആകണം. അതാണ് എൻ്റെ വാഞ്ച. അവന് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവനോട് കൂടെ നടന്ന് അവൻ്റെ ലക്ഷ്യം സാധിക്കുവാൻ അവനെ സഹായിക്കും. അവൻ ഇടർച്ച വെക്കുന്നവരെ വഴിയിൽ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ ജീവിക്കുവാൻ അവനെ സഹായിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പരീക്ഷയിൽ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ. കാരണം പരീക്ഷകളാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഘടകങ്ങൾ. ആ പരീക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി തരികയും അവനെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. അവന് നീക്കുപോക്കുകളെ ദൈവം നൽകും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടി തീർക്കുവാൻ അവന് സാധിക്കും. ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സാധാരണഗതിയിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ എല്ലാ കീറാമുട്ടികളും അവിടെ ഉണ്ടാകും. സ്വതവേ ഉള്ളതാണത്. അപ്പോൾ നമ്മൾ കോംപ്രമൈസസ്, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഒരു പരിധി വരെ അവിടെ നമ്മളെ പിശാചായിരിക്കുന്ന എതിരാളി പ്രലോഭിപ്പിക്കും. കൈക്കൂലി കൊടുക്കാൻ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നവരവിടെ കാണും. റെക്കമെൻഡേഷൻസ് കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ഇങ്ങനെ പല ഒത്താശകൾ അവൻ ചെയ്തു തരും. ചിലർ അതിൽ വീണ് പോകുകയും ചെയ്യും, വിശ്വാസികളടക്കം. മനസ്സിലായല്ലോ? എന്നാൽ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ കരം അവിടെ ചലിപ്പിക്കും. അവൻ ഒരു അനീതിയും ചെയ്യാതെ, ഒരു അന്യായവും ചെയ്യാതെ അവിടെ നിന്നും അവൻ ആവശ്യം നിറവേറ്റി പുറത്തു കിടക്കും. അത് ദൈവത്തിൻ്റെ കരമായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായില്ല? ഇതാണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്നുള്ളത്. അത് നമ്മൾ കൈവശമാക്കേണ്ടത് ഭക്തരായിട്ടാണ്. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കലും ഉത്തരം കൊടുക്കാതെ ഇരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുട്ടില്ല എന്ന് പറഞ്ഞ ഒന്നും അവന് ആവശ്യമുള്ളതൊക്കെ ദൈവം കൊടുക്കുമെന്നാണ് ആ പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അർത്ഥം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 147:11.
യഹോവ പ്രസാദിക്കുന്ന ചില വ്യക്തികൾ ആരാണ്? തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ഉത്തരം, അവനെ ഭയപ്പെടുക, അഥവാ അവൻ്റെ ഭക്തനായി ജീവിക്കാൻ മനസ്സ് വയ്ക്കുക. ദൈവം നമ്മിൽ പ്രസാദിക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും അവൻ ചെവി തരും എന്നുള്ളത് എൻ്റെ സാക്ഷ്യമാണ്. അത് ഞാൻ പിന്നീട് സമയാസമയങ്ങളിൽ പറഞ്ഞുകൊള്ളാം. ദൈവം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നുള്ളത് അത് പിന്നീട് ഞാൻ പറയുന്നതാണ്. പക്ഷേ എനിക്ക് ഉറപ്പോടുകൂടെ പറയാൻ പറ്റും, യഹോവ നമ്മോട് അടുത്തിരിക്കണമെങ്കിൽ, അഥവാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവൻ്റെ ഭക്തനായിരിക്കുക എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം നമ്മളോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അവന് നമ്മളോട് സഖിത്വം ആഗ്രഹമുള്ളവനാണ്. അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ ദൈവം പറയുന്ന അവൻ എൻ്റെ സ്നേഹിതനാണെന്നല്ല, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ലോത്തിൻ്റെ നിമിത്തം, ലോത്തിനെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ബാർഗൈനൊക്കെ നടക്കുന്നത്. അഥവാ സോദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ട് ഐ വിറ്റ്നസസിന് വേണ്ടി 2 ദൂതന്മാരെ അങ്ങോട്ട് അയക്കുമ്പോൾ അബ്രഹാമിനോട് താൻ പറയുന്ന, അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് താൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ അബ്രഹാമിനെ അറിയിക്കാതിരിക്കും? ദൈവം അറിയിച്ചില്ലെങ്കിൽ ഇപ്പം അബ്രഹാം ആരാ? അബ്രഹാം ഒരു മനുഷ്യനാണ്, ദൈവം ദൈവമാണ്. പക്ഷെ ദൈവം പറയാം, ഞാൻ എങ്ങനെയാണ് അവനെ അറിയിക്കാതിരിക്കുന്നത്? അവനെൻ്റെ സ്നേഹിതനാണ്. നാളെ അവൻ ചോദിച്ചാലോ? അങ്ങനെ അബ്രഹാം ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹിതന്മാര് അങ്ങനെയാണ്. കൂടെ നടക്കുന്നവൻ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ കാണുമ്പോൾ ചോദിക്കട്ടാ, നീ എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്റെ സ്നേഹിതനല്ലേ? അബ്രഹാം അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ ദൈവം പറയുക, ഞാൻ എങ്ങനെയാ ചെയ്യുന്നേ അവനറിയാതെ. ഇതാണ് നമ്മുടെ ദൈവം. അവൻ നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവനും നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാണ്. അവൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നവനും ആണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പ്രത്യേക പദം മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, തന്നോട് കൂടെ ഇരിപ്പാനും. ശ്രദ്ധിക്കുക ആ പദം, തന്നോട് കൂടെ ഇരിക്കുവാൻ. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. തന്നോട് കൂടെ ഇരിക്കണം. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ തന്നോട് കൂടെ ഇരിക്കണം. അപ്പോൾ നമ്മൾക്ക് അവനോട് ആക്സസ് ഉണ്ട്. പക്ഷേ അവൻ നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ, അവൻ നമ്മോട് കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം. എങ്കിൽ അവൻ നമ്മെ കേൾക്കുന്നു. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:3. 2 പത്രോസ് 1:3. നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. എന്തൊക്കെ ദാനം ചെയ്തിട്ടുണ്ട്? ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും. ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഭക്തനായിട്ട് ജീവിക്കേണ്ടതിന് എല്ലാം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്നും അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് ആ റിസർച്ച്? അവനെക്കുറിച്ചിട്ടുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. എൻ്റെ ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? എന്തൊക്കെയാണ് അവൻ്റെ ഗുണവിശേഷങ്ങൾ? വാട്ട് ഈസ് ഹിസ് ക്യാരക്ടർ എന്നുള്ളത് ഞാനൊന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ആ രൂപത്തോടാണ് നാം അനുരൂപരാകേണ്ടത്. അപ്പോൾ അവനെ നാം ദർശിക്കും തോറും, അതാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു. ഞാനൊരു കാര്യം പറയാം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നാം മനസ്സിലാക്കും തോറും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരേ ഒരു വാഞ്ച, എനിക്ക് അവനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ഈ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ അവനെ പോലെ ആയിത്തീർന്നാൽ, ദൈവവചനം പറയുന്ന ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. നമ്മളുടെ ഉള്ളിലെ മനുഷ്യൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും.
വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാനത് പറയുമ്പോൾ ഒരു അതിശയോക്തിയായിട്ട് തോന്നരുത്. അകത്തെ മനുഷ്യൻ ദൈവത്തെ പോലെ ആകും തോറും നമ്മൾ ആത്മീകമായി തൃപ്തിയുള്ളവരായി തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം തൃപ്തിയുള്ളതായിരിക്കും. ലോകം തരാത്ത വലിയ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഞാൻ അതിനൊരു ചെറിയ ദൃഷ്ടാന്തം പറയാം. നമ്മൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിരന്തരമായി ചെയ്യുന്ന പ്രാർത്ഥന കഴിച്ചില്ല എങ്കിൽ അന്ന് മുഴുവൻ അത് നമ്മളെ ദുഃഖിപ്പിക്കും, അന്ന് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ എന്ന് ഒന്ന് പരിശോധിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്കില്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ശരിയല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ അപ്പനോട് ചേരുവാൻ കാംക്ഷയുള്ളവനാണ്. അകത്തെ മനുഷ്യൻ. അതിന് ഞാൻ വീഴ്ച വരുത്തുമ്പോൾ എൻ്റെ ഉള്ളം ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കും, ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ അവൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ മേധസ് കൊണ്ട് എന്ന പോലെ എൻ്റെ ഉള്ളം തൃപ്തി വന്നതായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അപ്പോൾ കർത്താവിനെ നാം അറിയുമ്പോൾ നമ്മുടെ ഉള്ളം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകും. അതിനുള്ളതൊക്കെ ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. എക്ലീഷ്യാസ്റ്റസ്, അതായത് സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. വേണ്ടുന്നത് എനിക്ക് സഭാപ്രസംഗി എന്ന പുസ്തകം വളരെ ഇഷ്ടമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതൊരു റിസർച്ച് പേപ്പറാണ്. ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവർക്ക് അറിയാതെ ഒരു വലിയ പഠനം നടത്തി ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ ഒരു തീസീസ് എഴുതി നമുക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവസാനം അതിൻ്റെ സമ്മറി എഴുതിയിരിക്കുകയാണ്. എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ഈ ഒരു വാക്കെടുത്ത് വായിച്ചാൽ തന്നെ ആ തീസീസിൻ്റെ ഫുൾ അർത്ഥം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഒരു റിസർച്ച് ചെയ്തിട്ട് ശലോമോൻ രാജാവ് എഴുതി നമുക്ക് തരികയാണ്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക. അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതെന്താ? അവൻ സകലത്തെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഏറ്റെടുക്കണം. അതെന്താ? അതാണ് ജ്ഞാനിയിൽ ജ്ഞാനിയായവൻ നൽകുന്ന അഡ്വൈസ്. വളരെ ജ്ഞാനിയായിരുന്നു ശലോമോൻ. അവൻ്റെ കാലഘട്ടത്തിൽ അവന് തുല്യനായിട്ട് ആരുമില്ല. കർത്താവ് പറഞ്ഞു, എന്നെ പോലെ ജ്ഞാനമുള്ള വേറെ ആരും ഉണ്ടാവില്ല അപ്പാർട്ട് ഫ്രം അവർ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമായിരിക്കുന്നവൻ ഒഴികെ വേറെ ഒരു മനുഷ്യനും ഇത്രയും ജ്ഞാനമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, എല്ലാറ്റിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവഭയത്തിൽ ജീവിച്ചു കൊള്ളുക. കാരണം ദൈവം സകലത്തെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അന്ന് നമ്മൾ ബലമുള്ള കൈയുള്ളവരായിട്ടിരിക്കണമെങ്കിൽ, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന ആളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നിന്റെ കൈ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ബലമുള്ള കൈയുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അവർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവഭക്തന്മാരായിരിക്കും അവർ. കാരണം ഒരു വിട്ടുവീഴ്ചയും ദൈവത്തെ അപമാനിക്കുന്ന രീതിയിലോ അനുസരിക്കാത്ത രീതിയിലോ അവർ ചെയ്യില്ല. അവരുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ട്യൂൺഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ സാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ഈ യാത്രയുടെ മധ്യേ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ there is only one way, ഒരേ ഒരു മാർഗം, അത് ദൈവഭക്തനായി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും, വിശ്വാസികളടക്കം, അല്ലേ? നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് നമ്മളുടെ അധ്വാനം വെറുതെ ആയില്ല എന്ന് വരേണ്ടതിന്
നമ്മളെല്ലാവരും ദൈവഭക്തന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്, പല ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്കെയിലിൽ വേണ്ട പോലെ വിലയുള്ളതായി തീരണമെന്നില്ല. എന്താ കാരണമെന്നറിയാമോ? അവനെ സേവിക്കുന്നവർ ഒന്നാമത് അവനെ പോലെയുള്ളവർ ആയിരിക്കണം. എനിക്ക് എൻ്റെ ഉള്ളിൽ തെറ്റായ ഉദ്ദേശ്യം വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാം. അതേസമയം ദൈവത്തെ പോലെ നല്ല മനസ്സുള്ളവനായിട്ടും എനിക്ക് ഒരു കാര്യം ചെയ്യാം. ദൈവം കണക്ക് തീർക്കുന്ന നാളിൽ, ആ ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്യുന്ന നാളിൽ എൻ്റെ ഉള്ളാണ് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? അന്ന് അതിനെയാണ് തീ കൊണ്ട് പരിശോധന കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് പ്രശംസ കിട്ടണമെങ്കിൽ ഒരു ഭക്തന് മാത്രമേ അന്ന് പ്രശംസ കിട്ടൂ. അത് മറക്കരുത്. അതെന്താ? അവൻ്റെ മനസ്സിൽ ഒരു രീതിയിലുള്ളതായ കയ്പോ വെറുപ്പോ വിദ്വേഷമോ മറ്റുള്ളവരുടെ താഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമോ ഇല്ലാതെ ദൈവസ്നേഹം മാത്രം പുറത്തേക്ക് വരുന്നത് കൊണ്ട് അവൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ തുലാസിൽ വിലയുള്ളതായിരിക്കും. ഇത് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ആ ദിവസം തീ കൊണ്ട് വെളിപ്പെട്ട് വരുമെന്നാണ്. തീ കൊണ്ട് തന്നെ അതിനെ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭയപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ്. ഇവിടെ മനുഷ്യർ കാണുന്നില്ല നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചേതോവികാരങ്ങൾ. പക്ഷെ നിശ്ചയമായും ദൈവം അത് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടാതെ ഒന്നും ഇരിക്കുകയില്ല എന്നാണ്. എല്ലാം വെളിപ്പെടുമെന്നാണ്. രഹസ്യത്തിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രസ്താവിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാം വെളിപ്പെടും. നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകൾ വരെ ദൈവം വെളിപ്പെടുത്തും. സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സദൃശവാക്യ സഭാപ്രസംഗിലാണെന്ന് തോന്നുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അവൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഈ ആത്മാവിനെ കൊണ്ട് ദൈവം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിനെ മരിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് എടുക്കും, ഒരു വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പോലെ. ഞാൻ പറയുന്നത് മനസ്സിലായോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ആത്മാവ് മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. അന്ന് അത് ഡീകോഡ് ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനെ പറയാം, ഡീകോഡ് ചെയ്യുമ്പോൾ ഒരു രഹസ്യവും വെളിപ്പെടാതിരിക്കുകയില്ല. അത് നമ്മുടെ കൺട്രോളിലും അല്ല, അത് ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. പറഞ്ഞു മനസ്സിലായോ? ഒന്നും രഹസ്യമായിട്ട് ഇരിക്കുകയില്ല പ്രിയമുള്ളവരെ, എല്ലാം വെളിച്ചത്ത് വരും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ യാത്ര നമ്മൾക്ക് ചെയ്യണമെങ്കിൽ there is only one way, godliness. There is only one way, godliness. ഭക്തൻ മാത്രം താൽക്കാലികമായ മെച്ചങ്ങൾക്ക് വേണ്ടി ദൈവ സ്വഭാവത്തെ തള്ളിക്കളയുകയില്ല. കാരണം അവൻ്റെ ഉള്ളിലുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ദൈവത്തെ പോലെയായി തീരണമെന്നാണ്. അവൻ വ്യാജം കാണിക്കുകയില്ല തത്വത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ യാത്ര നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഭക്തി ആവശ്യമാണ്. 2 കൊരിന്ത്യർ 5:10 കൂടെ നമുക്ക് വായിക്കാം. രണ്ട് കൊരിന്ത്യർ 5:10 മോനെ. വളരെ കൃത്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും കൊള്ളരുതാത്തതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ആ വാക്ക് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം, തക്കവണ്ണം. നമ്മൾക്കൊരിക്കലും അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടില്ല. അൺഡ്യൂ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അനർഹമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കയില്ല. പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇതൊക്കെ കിട്ടുകയുള്ളൂ, നമ്മളുടെ റിവാർഡ്സൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സീറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇത് ഭീമ. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാനായിട്ട്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുവാനുള്ള സീറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ദൈവം നീതിയുള്ളവനാണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് സകലത്തെയും ഛേദമെന്നും ചവറുമെന്നും എണ്ണിയ പൗലോസിന് കിട്ടുന്ന അനുഗ്രഹം
താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി ദൈവത്തെ ത്യജിച്ചു കളയുന്നവർക്ക്, ദൈവകൽപ്പനകളെ നിരസിക്കുന്നവർക്ക് കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, കിട്ടുകയില്ല. അങ്ങനെ ചെയ്താൽ ദൈവം അനീതിയുള്ളവൻ ആയിരിക്കും. നമ്മൾ പലപ്പോഴും വിശ്വാസികൾ ഇക്കാര്യത്തിൽ വളരെ ഇഗ്നറൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇഗ്നറൻ്റാണ്, വളരെ ലാഘവ ബുദ്ധിക്കാരാ. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണാമെന്ന് പറയുന്ന പോലെയാ. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണാം. ഞാനൊരു കാര്യം പറയാം, അവിടെ ചെന്നൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. ഇവിടെ വെച്ച് കാര്യങ്ങളെ സെറ്റിൽ ചെയ്തോ? ഇവിടെ വെച്ച് കാര്യങ്ങളെ സെറ്റിൽ ചെയ്തോ? അവിടെ ചെന്നിട്ടൊന്നും കാണാനില്ല. നമ്മൾ മരിച്ച് കണ്ണു തുറക്കുന്നത് കർത്താവിൻ്റെ മുമ്പാകെ പ്രതിഫലം വാങ്ങാൻ നിൽക്കാനാണ്. അന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അത് ചെയ്തു കൊള്ളുക. അതാണ് ശലോമോൻ പറഞ്ഞത്. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്ന വിഷയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ദൈവഭക്തി എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തി എന്തുകൊണ്ട് അനിവാര്യമാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ല എന്നുള്ളത് കണ്ടു. ഇനി ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് ക്യുക്കായിട്ട് കാണാം. ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ ഞാൻ വളരെ കുറച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ സ്റ്റഡിയാണ്. അതിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 9 കൂട്ടം കാര്യങ്ങൾ. അത് നമുക്കൊന്ന് നോക്കാം. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവ് 1:11. നെഹമ്യാവ് 1:11. അതെ, നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചത്. നെഹമ്യാവ് രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവ് വളരെ ദുഃഖിതനായിട്ടാണ് അന്ന് കാണപ്പെട്ടത്. അപ്പോൾ നോർമലി അങ്ങനെ രാജസന്നിധിയിൽ നിൽക്കാൻ പാടില്ല. കാര്യം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. രാജാവിന് അത് അനിഷ്ടമായി തോന്നി അതോടുകൂടെ ജോലി അവസാനിക്കും, ചിലപ്പോൾ തലയും പോകും. അതാണ് അവരുടെ സ്വഭാവം. എന്നാൽ ഈ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു. അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിന്നെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥന. അപ്പം നമുക്കറിയാം നെഹമ്യാവ് ദൈവത്തെ വളരെ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഈ ഭയമുള്ള ദൈവഭക്തനായിരിക്കുന്ന നെഹമ്യാവ് ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവ് പറഞ്ഞു, നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്താ, ഇത് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ നെഹമ്യാവ് ക്യുക്ക് ആയിട്ട് ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ഈ മനുഷ്യൻ്റെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കണം. നിങ്ങൾക്കറിയാം, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് നെഹമ്യാവ് കഴിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഇൻസ്റ്റൻ്റായിട്ട് ഉത്തരം നൽകി. നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങളുടെ പട്ടണം മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്, ഞങ്ങളാകെ അപമാനിതരായിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയാണ്. രാജാവിൻ്റെ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടേ പറയും. അവൻ പറഞ്ഞു, എനിക്ക് പോകണം. വളരെ താൻ പാനപാത്രവാഹകനാണ്, തനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷെ താൻ പറയും, എനിക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. രാജാവ് അത് അപ്രൂവ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട്. അതെന്താ? ഭക്തന്മാരുടെ മേൽ താൻ കണ്ണുവെച്ച് ഇരിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾ, ദൈവഹിതപ്രകാരമുള്ള അവരുടെ ആഗ്രഹങ്ങളെ ദൈവം നടത്തി കൊടുക്കും. നെഹമ്യാവ് പ്രാർത്ഥിച്ചത് തൻ്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, യെരുശലേമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു തൻ്റെ അപേക്ഷ. ദൈവം ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉത്തരം നൽകി. മറ്റു അനേക വാക്യങ്ങളുണ്ട്, എന്നാൽ എല്ലാ വാക്യങ്ങളും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഒന്നാമത്തെ അനുഗ്രഹം ഒരു ഭക്തന് ലഭിക്കുന്നത്, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേട്ട് വേഗത്തിൽ ഉത്തരം നൽകും. അത് ജീവിതത്തിൽ അനേക വട്ടം ഞാൻ അനുഭവിച്ചിട്ടുള്ള സത്യമാണ്. അത് ഒരു വട്ടമല്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ഇത് എന്നെ തന്നെ ഞാൻ വലിപ്പമാക്കുകയാണെന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ നമുക്കുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്.
ഞാൻ അതിന് മാത്രം വലിയ ആളായിട്ട് ഞാൻ എന്നെക്കുറിച്ച് നിരൂപിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ഐ എം സ്റ്റിൽ ലേണിംഗ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കിവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പീച്ചി ഡാം തുറന്നു വിട്ട് ആകെ പ്രശ്നമായി. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഭാഗം, ഞാൻ താമസിക്കുന്ന അല്പം ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറുകയില്ല. ഞങ്ങൾ താഴെ വരെ വെള്ളമെത്തി. പല വീടുകളിലൂടെ വെള്ളം കനാല് കവിഞ്ഞൊഴുകിയിട്ട് വീടുകളുടെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അത്രമാത്രം വഷളായി അവിടെ കാര്യങ്ങൾ. അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ വണ്ടിയും കൊണ്ടൊന്ന് പോയി കഴിഞ്ഞപ്പോൾ സർവത്ര നാശമാണ് അവിടെ മുഴുവൻ. ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മഴ നിൽക്കുന്നുമില്ല. പീച്ചി ഡാം തുറന്ന് 6 ഇഞ്ച് തുറക്കുമെന്ന് പറഞ്ഞ് 72 ഇഞ്ച് വരെ 6 മണിക്കൂർ കൊണ്ട് കൂട്ടി. സകലയിടത്തും വെള്ളം കയറി. നശിച്ചുകൊണ്ടിരിക്കുക. ഇടിവിൽ നിൽക്കണം ആ സമയത്ത് നമ്മൾ. അതെന്താ? മറ്റാരുടെയും പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നതിലുപരി നമ്മുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും. നിങ്ങൾക്കറിയാമോ, അന്ന് 10 പ്രാവശ്യം, ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യല്ല, 10 പ്രാവശ്യം ക്ലൗഡ്സ് വന്നപ്പോഴൊക്കെ ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. 10 പ്രാവശ്യവും ദൈവം ക്ലൗഡ്സിനെ മാറ്റി തന്നു. 10 പ്രാവശ്യവും ദൈവം മഴ പെയ്ച്ചില്ല. ആ ദിവസം മുഴുവനും മഴ പെയ്തില്ല. എന്താ കാരണമെന്നറിയാമോ? എൻ്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാ? അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പാവപ്പെട്ട കർഷകരവിടെ ധാരാളമുണ്ട്. അവരുടെ നിത്യവൃത്തി മുഴുവൻ പോകും. അവരെ ഓർത്ത് ഇടിവിൽ നിൽക്കണം. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്നുള്ളത് 100% ഉറപ്പാ എനിക്ക്. അതുകൊണ്ട് മാത്രമല്ല, ഇതിനു മുമ്പും അതിന് ശേഷവും ദൈവം അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തിരിക്കുമ്പോൾ, ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതിൻ്റെ കാരണം ദൈവം വിശ്വസ്തൻ ആണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ വിഷയം മറക്കരുത്. ദൈവഭക്തരായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുക. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനം 111 5-ാം വാക്യം. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ തക്ക സമയത്ത് നടത്തിത്തരും. തക്ക സമയത്ത് അത് നടത്തിത്തരും. അതെന്തുകൊണ്ടാ? ഞാൻ ഭക്തനാണെങ്കിൽ. ഭക്തൻ്റെ ആവശ്യങ്ങൾ ദൈവം നടത്തുമെന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് അവിടെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നോക്കുക, അവൻ തൻ്റെ നിയമത്തെ ഓർക്കുന്നു. ദൈവത്തിനൊരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? എൻ്റെ ഭക്തൻ അവൻ്റെ ആവശ്യങ്ങൾ നിമിത്തം മറ്റൊരാളുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ആവശ്യം ഇല്ല. അവൻ എൻ്റെ പേറോളിലാണ്. അതാണ് ദൈവത്തിൻ്റെ നിയമം. അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവനത് നടത്തിയിരിക്കും. നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ മക്കൾ അപ്പത്തിനായി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പ് ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, ഈ സ്പാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെയാണ് കാണിക്കുന്നത്. നീതിമാനെ ദൈവം ഓർക്കുന്നു, ദൈവത്തിൻ്റെ ഭക്തനെ ദൈവം ഓർക്കുന്നു, അവൻ്റെ ആവശ്യങ്ങളെ ദൈവം നൽകുന്നു. മൂന്നാമത്തെ പോയിന്റ്, സംഖ്യ 23:10, നമ്പേഴ്സ് 23:10. മതി. ഇത് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. സമയം വേഗത്തിൽ കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ സബ്ജക്റ്റ് നീണ്ടു പോകും. എങ്കിലും ഞാനിത് പറയാം. എനിക്ക് അല്പം ഡീറ്റെയിൽ ചെയ്യുന്ന ഇഷ്ടമാണ്. ദ റീസൺ എങ്കിൽ മാത്രമേ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് പറയുന്നത് വേറെ ആരുമല്ല, ബിലെയാമാണ്. ബിലെയാം ബാലാക്കിനാൽ വിളിക്കപ്പെട്ട് അവിടെ ഇസ്രായേലിനെ ശപിക്കാനായിട്ട് വന്നു നിൽക്കുകയാണ്. നടന്നില്ല. ദൈവം അത് അനുഗ്രഹമാക്കി തീർത്തു. അനുഗ്രഹമാക്കി തീർത്തപ്പോൾ അവസാനം ഇടവും വലവും നോക്കാതെ അങ്ങ് യാക്കോബിനെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് ബിലെയാം. ബിലെയാം അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ് ഈ വായിക്കുന്നത്. എന്താണ്? യാക്കോബിൻ്റെ ധൂളി ആർക്കെണ്ണം, ഇസ്രായേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം,
ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഇത് പറയുമ്പോൾ ബിലെയാം കൃത്യമായിട്ട് ഓർക്കുന്നത് യാക്കോബിനെ തന്നെയാണെന്ന് സംശയമില്ല. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഒരു ഭക്തൻ മരിക്കുന്നത് ഏറ്റവും മനോഹരമായി കാണുന്നത് യാക്കോബിൽ തന്നെയാണ്. അതുപോലെ ഒരു മരണം കിട്ടിയിരുന്നെങ്കിൽ വലിയ കാര്യമായിരുന്നു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ മരിച്ചാൽ കൊള്ളാമെന്ന്. കാരണം എന്താ, മക്കളെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു, അതിനുശേഷം സ്വന്തം വടി ചാരുന്നു, കട്ടിലേക്ക് കയറുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നു, അതിനുശേഷം കയറി കിടക്കുന്നു, മരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സിറ്റാണ്! അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ഈ ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ബിലെയാമിന് അറിയാം. ബിലെയാം പറയുന്നത് അതാണ്, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. പക്ഷേ ബിലെയാം ഭക്തൻ്റെ പോലെയല്ല മരിച്ചത്. അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? അവൻ ഭക്തനായിരുന്നില്ല, ആ ഭക്തനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ ആശയം, ഭക്തനായിട്ട് ജീവിച്ചാൽ ദൈവം വളരെ മനോഹരമായിട്ടുള്ളൊരു മരണം നമുക്ക് തരും. അതെന്താ? അവൻ ഈ ഭൂമിയിലായിരുന്ന കാലത്തൊക്കെയും ഇവിടം പരദേശമായിരുന്നു അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവസാനം ഒരു ബായി പറഞ്ഞു പോകാനുള്ള അവസരം ദൈവം അവന് ശരിക്കും ഒരുക്കും. ഭക്തന്മാർ മരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാണനെ ദൈവം സംരക്ഷിക്കും ഒരു ഭക്തനാണെങ്കിൽ. സങ്കീർത്തനങ്ങൾ 34:7. സങ്കീർത്തനങ്ങൾ 34:7 മോനെ വായിച്ചേ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ വാക്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഭക്തനാണെന്ന് കരുതി റഫർ ചെയ്യാറുണ്ട്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് ഭക്തനുള്ളതാണ്, എല്ലാ വിശ്വാസികൾക്കും ഉള്ളതല്ല. അത് മറക്കരുത്, ഭക്തനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭക്തനോട് ഇത്ര കാര്യം? ഭക്തൻ നമ്മളുടെ ഈ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ സെക്യൂരിറ്റി വ്യക്തികൾക്ക് കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട് ഗ്രേഡിനനുസരിച്ച്, അല്ലേ? പ്രധാനമന്ത്രിക്കുള്ള സെക്യൂരിറ്റി താഴെയുള്ളവരിതിന് കിട്ടില്ല. അത് വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ തൻ്റെ അധികാരം. ദൈവം തൻ്റെ ദൂതന്മാരെ പ്രത്യേകം പാളയമിറക്കി വിടുവിക്കുന്ന ഒരു ഗ്യാങ്ങാണ് അവൻ്റെ ഭക്തന്മാർ. മനസ്സിലായോ? അവൻ്റെ ഭക്തന്മാർ. ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവൻ്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന കൺസിഡറേഷൻ, പരിഗണന നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കരുത്. അവരൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ദൈവത്തിന്. സ്പെഷ്യൽ കാറ്റഗറി, എ പെക്കുലിയർ കാറ്റഗറി. അവന് പ്രത്യേകതയുള്ള ഒരു ജനമാണ് അവൻ്റെ ഭക്തന്മാർ. അവൻ്റെ മഹത്വത്തെ ഈ ലോകത്തിൽ, ശത്രു ഭരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവനാണ് അവൻ്റെ ഭക്തൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരെ വലിയ കാര്യം ആണ്, വലിയ കാര്യമാണ് ദൈവത്തിന്. ഭക്തന്മാരുടെ ചുറ്റും പാളയമിറക്കും തൻ്റെ ദൂതന്മാരെ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. പ്രോവർബ്സ്, സദൃശവാക്യം 19:23. യഹോവ ഭക്തി ജീവഹേതുകം ആകുന്നു. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു. ജീവൻ ലഭിക്കുന്നതിനുള്ള കാരണം യഹോവ ഭക്തിയാണ്. എന്താണ്? അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവനെ നേരിടുകയില്ല, കാരണം ദൈവം അവനെ സംരക്ഷിക്കും. അടുത്ത വാക്യം സഭാപ്രസംഗി 8:13. മതി. ദുഷ്ടന് നന്മ വരികയില്ല. അതെന്താ കാരണം? അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല. കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. ഭക്തൻ ജീവഹേതുകമായ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. അഭക്തൻ അവൻ നിഴൽ പോലെ കടന്നു പോകും, ഒരു സെക്യൂരിറ്റിയും അവന് ഇല്ല.
ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസികളായിരിക്കുന്ന നാം ദൈവഭക്തിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവനെയാണ് നാം ആപത്തിലേക്ക് തള്ളിവിടുന്നത്. നമ്മളുടെ കുടുംബത്തെയാണ് നാം റിസ്കിലേക്ക് തള്ളിവിടുന്നത്. അത് നമ്മൾ മറക്കരുത്. കാരണം കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: കുറെ ലഭിച്ചവനോട് കുറവ് ചോദിക്കും, ഏറെ ലഭിച്ചവനോട് ഏറെ ചോദിക്കും. ദൈവം ഇക്കാര്യത്തിൽ ഒരിക്കലും പക്ഷപാതം ചെയ്യുകയില്ല. പക്ഷപാതം ചെയ്യില്ല ദൈവം. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ദൈവം വിശുദ്ധനാണ്, അവനെ പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മുഖപക്ഷം കാണിക്കാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രയാണകാലം അല്ലെങ്കിൽ പരദേശവാസം ഭയത്തോടെ കഴിക്കണം. ദൈവം ഇക്കാര്യത്തിൽ പക്ഷപാതം ചെയ്യില്ല കേട്ടോ. ഇനി ഇച്ചിരി കൂടെ കഠിനമായിട്ട് ഞാൻ പറയാം. പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നതാണ്: ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെ പാപിയുടെയും ഗതി എന്താകും? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി. ആദ്യ അടി വരുന്ന എവിടെയാ? ആദ്യ അടി വരുന്ന വീട്ടിലാ, പുറത്തല്ല. പുറത്തേക്ക് പിന്നെ വരാം. ആദ്യ അടി ഇവിടെയാ. പ്രിയമുള്ളവരെ, ഭയപ്പെടണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. കാരണം ദൈവം പക്ഷപാതം കാണിക്കുന്നവൻ അല്ല. മക്കളാണല്ലോ, അതുകൊണ്ട് ഇല്ല പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ദൈവം. നമ്മളുടെ ദൈവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവൻ അങ്ങനെയല്ല. അവൻ ആദ്യം അടി കൊടുക്കുക ആർക്കായിരിക്കും? തൻ്റെ മക്കൾക്ക്. ഒരേ തെറ്റ് ചെയ്ത ഒരു അവിശ്വാസിയെയും വിശ്വാസിയെയും നിർത്തുക. ആദ്യം അടി കിട്ടുന്നത് ആർക്കായിരിക്കും? വിശ്വാസിക്കാണ് അടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ പുറത്തുള്ളവന് കൊടുക്കൂ. കാരണം സ്വന്തം ഭവനത്തിലാണ് ആദ്യം ശിക്ഷ വരിക. അത് സത്യമാണ് അല്ലേ? നമ്മളുടെ വീട്ടിലും അയൽക്കാരൻ്റെ മകനും ഒരേ കുറ്റം ചെയ്താൽ ആദ്യം അടി കൊടുക്കുക എൻ്റെ മകനെ കൊടുക്കുക. അതിന് കാരണമുണ്ട്. അവൻ എൻ്റെ മകൻ ആണ്, അവൻ എന്നെ അപമാനിച്ചു. എന്നിട്ടേ പുറത്തുള്ളവൻ്റെ കാര്യം ഞാൻ നോക്കുള്ളൂ. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മറക്കരുത്. അവസാനത്തെ 57 യെശയ്യാവ് 57:1 ആ ബാക്കിയും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 57:1. അതെന്തിനാ ഞാൻ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കും, പ്രാണനെ സംരക്ഷിക്കും. അപ്പോൾ നമ്മൾക്ക് പൊതുവെ ഇങ്ങനൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഈ ശരി എന്തെങ്കിലും വല്ലാത്ത മരണങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാം അദ്ദേഹം അഭക്തനായതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഭക്തനെയും ദൈവം ചില സമയത്ത് വേഗം എടുക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അനർത്ഥം വരുന്നതിന് മുൻപേ അവനെ ദൈവം എടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം. നീതിമാൻ നശിക്കുന്ന ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു മുൻവിധിക്കൊന്നും പോകണ്ട. ദൈവം തൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം തൻ്റെ ഭക്തന്മാരോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഭക്തൻ അല്പം മുൻപേ പോയി എന്ന് നമുക്ക് തോന്നിയാൽ അതിനൊരു കാരണം ദൈവത്തിന് കൃത്യമായിട്ടുണ്ടായിരിക്കും. അത് നിത്യത നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. 3 കാര്യങ്ങളാണ് ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങളായിട്ട് നാം കണ്ടത്. 1, ദൈവം ഭക്തൻ്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു. 2, അവൻ്റെ ആവശ്യങ്ങളെ നൽകുന്നു. 3, ദൈവം ഭക്തൻ്റെ പ്രാണനെ സംരക്ഷിക്കുന്നു. ഇനി 6 കൂട്ടം കാര്യങ്ങൾ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.